ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കഞ്ഞിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് ചെറിയ അരി വേണം. ഞാൻ ഇപ്പോൾ എടുത്ത സൂറി അത് 3/4 ഗ്ലാസ്, പിന്നെ 1/4 ഗ്ലാസ് പച്ചപ്പയർ, രണ്ടും കൊണ്ട് 1 ഗ്ലാസ്സായി. അത് നല്ലപോലെ കഴുകിയിട്ട് പോയിരാൻ വേണ്ടിയിട്ട് വെക്കണം. കുറച്ച് മുന്നേ ഇതാക്കി വെച്ചെങ്കിൽ നല്ല നമുക്ക് വേഗം വെന്തിട്ട് കിട്ടും. പിന്നെ ആവശ്യത്തിന് ചിക്കൻ കഷ്ണം, ഞാൻ 3 കഷ്ണം പീസ് എടുത്തിന്. കുറച്ച് കഴിയുമ്പോൾ എല്ലാം കുക്കറിലേക്ക് നമുക്ക് ഇട്ടെടുക്കണം. അരിയും പച്ചപ്പയറും, അതിലേക്ക് 2 കഷ്ണം പട്ട, കുറച്ച് കറാമ്പ്, കുറച്ച് ചെറിയ ജീരകം, പിന്നെ ആ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടെടുക്കാം. നമുക്ക് കുറച്ച് അധികം വേണമെങ്കിൽ അധികം ഇട്ടെടുക്കാം. ഞാനിപ്പോൾ 3 കഷ്ണം ഇട്ടെടുക്കും. ഇതിലേക്ക് പാകത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കണം. നമുക്ക് നോമ്പിന് ഉണ്ടാക്കാൻ പറ്റിയൊരു കഞ്ഞി, നോമ്പ് കഞ്ഞി എന്നും പറയും, മസാലക്കഞ്ഞി, ചിക്കൻ കഞ്ഞി എന്നെല്ലാം പറയും. എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. കുറച്ച് കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കും. എല്ലാം മിക്സാക്കിയിട്ട് കുക്കർ അടച്ചിട്ട് വേവിക്കുക. 2 വിസിലടിച്ചാൽ മതി. അങ്ങനെ വന്നിട്ടുണ്ട്, നല്ലപോലെ വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ചിക്കനും അരിയും പയറും എല്ലാം വെന്തിന്. നമുക്ക് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. നല്ലപോലെ മിക്സാക്കാം. അപ്പോൾ ആ ചിക്കൻ കഷ്ണമെല്ലാം പൊടി പൊടിയായിട്ട് കിട്ടും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തന്നെ നല്ല ടേസ്റ്റുള്ള കഞ്ഞി. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല മിക്സാക്കുമ്പോൾ ചിക്കൻ കഷ്ണമെല്ലാം പൊടി പൊടിയായിട്ട് വരും. ചെറിയ സാധനം മതി, കുറേ സാധനവും ആവശ്യമില്ല. അതിലേക്ക് നമുക്ക് തേങ്ങൻ്റെ 2/2 പാൽ ഒഴിച്ച് കൊടുക്കാം. അതും ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കണം. ആദ്യം കുറച്ച് ലൂസ് പോലെ ഉണ്ടാവും, അവിടെ വെച്ചിട്ടാകുമ്പോൾ കുറച്ച് ശരിയാവും. ഇത് ഒഴിച്ചിട്ടായിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് കുറച്ച് ചൂടാക്കണം. തിളയ്ക്കാം. തിള വന്നതിന് ശേഷം നമുക്ക് തേങ്ങൻ്റെ 1/4 പാൽ ഒഴിക്കാം. ഇപ്പം മിക്സായല്ലോ, കട്ടയില്ലാതെ നമുക്ക് മിക്സാക്കിയിട്ട് എടുക്കണം. ലാസ്റ്റ് തേങ്ങൻ്റെ 1/4 പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തിളക്കണമെന്നില്ല, കുറച്ചൊരു തിള വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. പിന്നെ കുറച്ച് നേരം അവിടെ മൂടിയിട്ട് വെക്കാം. അത് തുറക്കുമ്പോൾ നല്ല കുറുക്കിയ കഞ്ഞിയായി. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു.